ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബ്ലോക്ക് 5-ലെ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് യൂണിറ്റ് 2-ൽ പറയുന്നത്. ഇൻ്റഗ്രേഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബ്രിട്ടീഷ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇൻ്റഗ്രേഷൻ ഓഫ് ദ പ്രിൻസിലി സ്റ്റേറ്റ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ രണ്ടായി വേർതിരിക്കപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും നാട്ടുരാജ്യങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യക്ഷ നിയന്ത്രണത്തിലായിരുന്നു. ചെറുതും വലുതുമായ 550 നാട്ടുരാജ്യങ്ങളാണ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. 565 നാട്ടുരാജ്യങ്ങൾ അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശങ്ങൾ. ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിലായിരുന്നു. സംരക്ഷണത്തിൻ്റെ ബലത്തിൽ തികച്ചും ഏകാധിപത്യപരമായ ഭരണമാണ് നാട്ടുരാജാക്കന്മാർ നടത്തിയത്. ഏകാധിപതികളായിരുന്നു അവർ. ബ്രിട്ടീഷ് പരമാധികാരം അംഗീകരിച്ചെങ്കിലും രാജാക്കന്മാർക്ക് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധിവരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ 1/3 വരുന്ന ഭൂപ്രദേശങ്ങൾ നാട്ടുരാജ്യങ്ങൾക്ക് ഉൾപ്പെട്ടിരുന്നു. നാലിൽ ഒരു ഇന്ത്യക്കാരൻ നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലാണ് ജീവിച്ചിരുന്നത്. പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതോടെ നാട്ടുരാജാക്കന്മാരുടെ ബ്രിട്ടീഷ് കിരീടത്തിലുള്ള മേൽക്കോയ്മ അധികാരം അവസാനിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പായി ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു 550 അല്ലെങ്കിൽ 565 നാട്ടുരാജ്യങ്ങൾ നിയമപരമായി സ്വതന്ത്രമാകുമെന്ന് ഇതോടെ വ്യക്തമാക്കുകയും ചെയ്തു. അനേകം ചെറു രാജ്യങ്ങൾ ശരിക്കും ഇതിൽ ചേരാനും വിസമ്മതിച്ചായിരുന്നു. ഈ സമയത്ത് ഗവൺമെൻറ് സമീപിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇന്ത്യ അനേകം നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് ഇടക്കാല ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വന്തം അഭിഷ്ടമനുസരിച്ച് ഏത് മാർഗവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന വീക്ഷണമാണ് വെച്ച് പുലർത്തിയത്. ഈ സാഹചര്യത്തിൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഈ വെല്ലുവിളിയെ സുധീരം നേരിട്ട് സുദൃഢവും നയതന്ത്രപരവുമായ സമീപനത്തിലൂടെ നാട്ടുരാജ്യങ്ങളിൽ ഭൂരിഭാഗത്തെയും ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ അദ്ദേഹം ചരിത്രപരമായ പങ്കുവഹിക്കുകയുണ്ടായി. ഇന്ത്യൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ സെക്രട്ടറിയായിരുന്ന VP മേനോനും ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവും ഈ മഹാദൗത്യം പൂർത്തീകരിക്കാൻ പട്ടേലിനെ സഹായിക്കുകയും ചെയ്തു. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ചർച്ചകൾ നടത്തി അവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവരിക എന്നത് ഭാരിച്ച ഒരു ചുമതലയായിരുന്നു. ഒറീസയിൽ തന്നെ അന്ന് 26 ചെറു രാജ്യങ്ങളുണ്ടായിരുന്നു. ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ 14 വൻ രാജ്യങ്ങളും 119 ചെറിയ രാജ്യങ്ങളും അസംഖ്യം ഭരണങ്ങളും നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം തന്ത്രപരമായ മികവ് ആവശ്യമുള്ള ഒരു ദൗത്യമായി തീരുകയാണുണ്ടായത്. നാട്ടുരാജ്യങ്ങളുടെ ഗവൺമെൻറ് സമീപനത്തെ നയിച്ചത് 3 പരിഗണനകളാണ്. ഒന്നെന്ന് പറയുന്നത്, നാട്ടുരാജ്യങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. ചില പ്രദേശങ്ങൾക്ക് സ്വയം ഭരണം നൽകാൻ ഗവൺമെൻറ് സന്നദ്ധമായിരുന്നു. ആ പ്രദേശങ്ങളിലെ നാനാത്വങ്ങളെ ബയോഡൈവേഴ്സിറ്റി ഉൾക്കൊള്ളുക, അവരുടെ നാനാത്വത്തിൽ ഏകത്വം. 1947 ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം പൂർത്തിയാക്കുന്നതിന് പട്ടേലും VP മേനോനും പരിശ്രമിച്ചു. ഈ ലക്ഷ്യത്തോടെ അവർ ഒരു ലയനക്കരാർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ തയ്യാറാക്കി. ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകുന്നതിന് നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ട് നൽകേണ്ട സമ്മതപത്രമായിരുന്നു അത്. പട്ടേലിൻ്റെയും മേനോൻ്റെയും മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെയും തന്ത്രപരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ചു, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്, മണിപ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനം പ്രശ്നസങ്കീർണമാവുക തന്നെയായിരുന്നു. ട്രാവൻകൂറിനെ എടുത്ത് പറയുകയാണെങ്കിൽ, ട്രാവൻകൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ദക്ഷിണേന്ത്യ അല്ലേ, നമ്മുടെ കേരളം, അതാണ് അതിൽ വരുന്നത്. അന്നത്തെ ഇവിടുത്തെ ട്രാവൻകൂറിലെ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. അപ്പോൾ ശരിക്കും അദ്ദേഹം ഈ CP രാമസ്വാമി അയ്യറും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആദ്യം വിസമ്മതിച്ചതായിരുന്നു. എന്നാൽ ഈ CP രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ അറബിക്കടലിനപ്പുറം എന്നുള്ള രീതിയിൽ ഒരു ജനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ ജനങ്ങളുടെ അവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ
ഈ CP രാമസ്വാമി അയ്യർ നടത്തിപ്പോകുന്നത്. അപ്പോൾ ഇതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു പുന്നപ്ര വയലാർ സമരം. ശരിക്കും ഈ CP രാമസ്വാമി അയ്യർ ബ്രിട്ടീഷുകാരുടെ ഇഷ്ടങ്ങൾക്ക് ജീവിച്ച ഒരാളായിരുന്നു. അമേരിക്കൻ മോഡലൊക്കെ ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ഈ സമയത്ത് ഇയാൾ ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. ആരാണ്? CP രാമസ്വാമി അയ്യർ. പിന്നെ 1947 ജൂലൈ 30 ആയപ്പോഴത്തേക്ക് പുന്നപ്ര വയലാർ അസാസിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്രാവൻകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുകയാണ് ചെയ്തത്. ശരിക്കും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ മണിപ്പൂർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏതാനും ചില ദിവസങ്ങൾക്കും മണിപ്പൂരിലെ മഹാരാജാവായ ബോധചന്ദ്ര സിംഗ് ഇന്ത്യ ഗവൺമെൻറ്റുമായി ലയനക്കരാർ ഒപ്പുവെച്ചു. മണിപ്പൂരിൻ്റെ ആഭ്യന്തര സ്വയംഭരണം നിലനിർത്തുന്നുവെന്ന ഉറപ്പിന്മേൽ മഹാരാജാവ് ഇതിന് തയ്യാറായി. 1948 ജൂണിൽ പൊതുജനാഭിപ്രായത്തിന് വഴങ്ങി അദ്ദേഹം തിരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി. മണിപ്പൂരിൽ ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം എന്ന ബഹുമതിക്ക് മണിപ്പൂർ അർഹയായി. അപ്പോൾ ആദ്യമായിട്ട് മണിപ്പൂരാണ് ഇതിൽ ഇന്ത്യ യൂണിയനിൽ ചേർന്നത്. എന്നാൽ മണിപ്പൂരിനെ ഇന്ത്യയുമായി ലയിപ്പിക്കുന്ന കാര്യത്തിൽ മണിപ്പൂരിലെ നിയമനിർമ്മാണ സഭയിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. മണിപ്പൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസ് ലയനത്തെ പിന്തുണച്ചു, എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ലയനത്തിനെതിരായി. ഇന്ത്യ ഗവൺമെൻറ് ഈ പ്രശ്നം തന്ത്രപരമായി പരിഹരിക്കാൻ ശ്രമിച്ചു. മഹാരാജാവിൻ്റെ മേൽ സമ്മർദ്ദവും സ്വാധീനവും ഒക്കെ ചെലുത്തി. 1949 സെപ്റ്റംബറിൽ അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? ലയനക്കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. അതിൽ ഗവൺമെൻറ് വിജയിക്കുകയും ചെയ്തു. മണിപ്പൂരിലെ നിയമനിർമ്മാണ സഭയുമായി ആലോചിക്കാതെയാണ് ഈ കരാറുണ്ടായത്. മണിപ്പൂരിൽ ഇത് വൻ ജനരോഷവും എതിർപ്പും ഇളക്കിവിട്ടു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. 2025 അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജുനഗഡിനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള ജനാഭിലാഷത്തെ അവഗണിച്ചുകൊണ്ട് ജുനഗഡിലെ നവാബ് രാജ്യത്തെ പാകിസ്ഥാനിൽ ജയിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇതിനെതിരെ ഉണ്ടായ ജനകീയ പ്രക്ഷോഭം കത്തിപ്പടർന്നപ്പോൾ നവാബ് ഒളിച്ചോടി. 1948 ജുനഗഡിൽ ഒരു ജനഹിത പരിശോധന നടത്തുകയും ജനാഭിലാഷപ്രകാരം ആ രാജ്യത്തെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇങ്ങനെ ജുനഗഡിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു.